എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഗ്ലാസ് ബോട്ടിൽ എങ്ങനെ ഈസിയായി കട്ട് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്യാൻ പല രീതികളുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൃത്യമായി കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കട്ടിംഗ് ടൂൾ ആവശ്യമാണ്. ഇതാണ് കട്ടിംഗ് ടൂൾ. ഇത് ഗ്ലാസ് കടകളിലും ഹാർഡ്വെയർ ഷോപ്പുകളിലും ഒക്കെ ലഭിക്കുന്നതാണ്. ഏകദേശം 150-200 രൂപ റേഞ്ചിലായിരിക്കും ലഭിക്കുന്നത്. ആദ്യം നമുക്ക് ഈ കട്ട് ചെയ്യേണ്ട ബോട്ടിലിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ മാസ്കിംഗ് ടേപ്പാണ് എടുക്കുന്നത്. ഈ ഒരു പോർഷനാണ് ഞാൻ ഈ ബോട്ടിൽ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യം ലെവലിൽ തന്നെ മാസ്കിംഗ് ടേപ്പ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഈ മാസ്കിംഗ് ടേപ്പ് ലെവലിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ടിംഗ് ടൂളിൻ്റെ ടിപ്പ് ഈ മാസ്കിംഗ് ടേപ്പിന് അരികിലൂടെ ഈ ഗ്ലാസ് ബോട്ടിൽ സ്ക്രാച്ച് ചെയ്തുകൊണ്ട് ഓടിക്കണം. ഈ ബോട്ടിൽ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യണം. ഈ കട്ടിംഗ് ടൂൾ അമർത്തി സ്ക്രാച്ച് ചെയ്യുമ്പോൾ അത് തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സാവധാനത്തിൽ ചെയ്തെടുത്താൽ മതിയാവും. ഈ കട്ടിംഗ് ടൂളിൻ്റെ ടിപ്പിൽ ചെറിയൊരു വീലുണ്ട്. അത് കറങ്ങുന്നതിനനുസരിച്ചാണ് ഈ ഗ്ലാസ് ബോട്ടിൽ സ്ക്രാച്ച് വീഴുന്നത്. ഈ കട്ടിംഗ് ടൂളിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിൽ സ്ക്രാച്ച് വീഴുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു സ്ക്രാച്ചിൽ കൂടി തന്നെ പിന്നീട് ബോട്ടിൽ പൊട്ടി വരുന്നതായിരിക്കും. ഈ ചുറ്റിനും സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ തവണ ഒരു ഏരിയയിൽ സ്ക്രാച്ച് ചെയ്യരുത്. കാരണം പിന്നീട് അത് ഏത് പോർഷനിൽ കൂടെ കട്ടായി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചുറ്റിന് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ മാസ്കിംഗ് ടേപ്പ് അങ്ങ് ഇളക്കി കളയാം. എന്തായാലും നന്നായിട്ട് സ്ക്രാച്ച് വീണിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ അത്ര ക്ലിയർ ആയിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നില്ല. വേറൊരു കളേർഡ് ബോട്ടിൽ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. അന്നേരം നമുക്കിത് ക്ലിയർ ആയിട്ട് അതിൻ്റെ സ്ക്രാച്ച് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണാമല്ലോ. ഞാനിവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബോട്ടിൻ്റെ സ്ക്രാച്ച് ചെയ്ത പോർഷൻ ഈ തീയിലേക്ക് കാണിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ ഈ ബോട്ടിൽ തീയിലിങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഉടൻ തന്നെ ഈ ബോട്ടിലെടുത്ത് വെള്ളത്തിലേക്ക് മുക്കുക. ചൂടാക്കിയ പോർഷൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് തന്നെ വരണം. ഈ ബോട്ടിൽ ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ബോട്ടിലിൻ്റെ അടിഭാഗം വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ ചെറുതായിട്ടൊന്ന് തട്ടിയാലും മതിയാവും. അപ്പോൾ ഈ സ്ക്രാച്ച് ചെയ്ത പോർഷനിൽ കൂടി തന്നെ കൃത്യമായിട്ട് ബോട്ടിൽ 2 പീസായിട്ട് മാറുന്നതായിരിക്കും. ഇത് നോക്കുക, നമ്മളിപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇത് കട്ട് ചെയ്ത് മാറി വന്നിട്ടുണ്ട്. പല ആൾക്കാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ ത്രെഡ് മണ്ണെണ്ണയിൽ മുക്കി ബോട്ടിലിന് ചുറ്റുമായിട്ട് കെട്ടിയതിന് ശേഷം തീ കൊടുത്ത് അതിനുശേഷം ഇത് വെള്ളത്തിലേക്ക് മുക്കി ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തു കൂടി തന്നെ കൃത്യമായി ഈ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എവിടെയാണ് ചൂട് കൂടുതൽ കിട്ടുന്നതെന്നനുസരിച്ച് ആ ഭാഗത്തേക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറാൻ ആണ് സാധ്യത. പല ബോട്ടിലുകൾ കട്ട് ചെയ്താലായിരിക്കും ചിലപ്പം ഒരെണ്ണം വൃത്തിയായി ലഭിക്കുന്നത്. ഇങ്ങനെ കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം ആ ഒരു പോർഷനിൽ കൂടെ മാത്രമേ ഇത് ബ്രേക്കായിട്ട് വരികയുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ബോട്ടിൻ്റെ ക്യാപ്പ് ഊരി മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ ശ്രമിക്കാവൂ. കാരണം ഉള്ളിൽ കൂടുതൽ പ്രഷർ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ എങ്ങനെ ബ്രേക്ക് ചെയ്ത് മാറുമെന്ന് പറയാൻ സാധിക്കില്ല. ഇത് നോക്കൂ, നമ്മളിപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇത് കട്ട് ചെയ്ത് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഈ കട്ടിംഗ് ടൂള് നേരത്തെ അക്വേറിയം ഉണ്ടാക്കാനായിട്ട് വാങ്ങിയതായിരുന്നു. അന്നത് എനിക്ക് വലുതായിട്ട് പ്രയോജനപ്പെട്ടില്ലെങ്കിലും ഇപ്പോഴാണ് അത് ഉപയോഗപ്പെട്ടത്. ഈ ഒരുപാട് പഴയ ബോട്ടിലുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാത്ത ചില ക്രാക്കുകളൊക്കെ അതിനകത്ത് കണ്ടേക്കാം. ചൂടാക്കിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ ആ പോർഷനിൽ കൂടെ ബ്രേക്കായി വരാൻ സാധ്യതയുണ്ട്. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ഞാൻ ഒരു ബോട്ടിൽ തന്നെ 3 പീസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജൊക്കെ നല്ല ഷാർപ്പായിരിക്കും, മുറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് റബ്ബ് ചെയ്ത് സ്മൂത്താക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഗ്ലാസ് കട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ക്രാഫ്റ്റ് വർക്കുകൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. ഇന്ന് ചെയ്ത പ്രവൃത്തികളൊന്നും കുട്ടികൾ ചെയ്യാൻ ശ്രമിക്കരുത്. അഥവാ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മുതിർന്നവരുടെ സഹായം തേടുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.